തീർച്ചയായും ഉന്നതതല യോഗം പ്രധാനമന്ത്രി വസതിയിൽ പുരോഗമിക്കുന്നു. അതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള വിവരമുണ്ട്. അപ്പോൾ രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ, പിന്നെ 3 സേനാ മേധാവിമാരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഒപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ തലത്തിൽ ഒരു അതിനിർണായകമായ യോഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഉന്നതതല യോഗം 2ഓ 3ഓ യോഗങ്ങളൊക്കെ പ്രധാനമന്ത്രിയുടെ വസതിയിലും അല്ലാതെയുമൊക്കെയായി നടന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഉന്നതതല യോഗങ്ങൾക്ക് ശേഷമാണ് ഓരോ നീക്കങ്ങളിലേക്കും ഓരോ നടപടികളിലേക്കും രാജ്യം കടന്നത്. ഇപ്പോ ഒരു വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷമുള്ള ഈ പകലിൽ ഉച്ചയ്ക്ക് മുമ്പെയായി തന്നെ ഒരു ഉന്നതതല യോഗം നടക്കുമ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള രാജ്യത്തിന്റെ നീക്കങ്ങൾ, നിലപാടുകൾ അത് തന്നെയായിരിക്കും ചർച്ചയാവാൻ പോകുന്നത്. പ്രത്യേകിച്ചും വിവിധ മേഖലകൾ, അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലൊക്കെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പോയിരുന്നു. ആ നിയന്ത്രണങ്ങളൊക്കെ പൂർണ്ണമായും പിൻവലിക്കേണ്ടതുണ്ട്. പല അതിർത്തി ജില്ലകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുകയും മറ്റു പല പ്രിക്കോഷണറി മെഷേഴ്സും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായി പിൻവലിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയോ എന്നത് പൂർണ്ണമായ സുരക്ഷാ അവലോകനം നടത്തിയ ശേഷം മാത്രം ഓരോ മേഖലാ മേധാവികളും കൃത്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും രാജ്യം അങ്ങനെ ഒരു നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോവുക. അപ്പോൾ സ്വാഭാവികമായും ഒരു സാധാരണ നിലയിലേക്ക് അതിർത്തി സംസ്ഥാനങ്ങൾ പോവുക എന്നുള്ളത് തന്നെയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒപ്പം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വരാനിടയുള്ള നീക്കങ്ങൾ, ഇന്റലിജൻസ് ഔട്ട്പുട്ട്, പാകിസ്ഥാന്റെ നീക്കങ്ങൾ, നൽകാനുള്ള വിവരങ്ങൾ, ഇതെല്ലാം ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. തുടർന്ന് മാത്രമേ ഈ അതിർത്തി മേഖലകളിൽ വിന്യസിച്ചിട്ടുള്ള സുരക്ഷാ മാർഗങ്ങൾ, സംവിധാനങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ, ഇതൊക്കെ അങ്ങനെ അങ്ങ് തുടരേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ കുറെ കൂടി ടൈറ്റൻ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ കുറെ കൂടി മയപ്പെടുത്തേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത് തന്നെയാണ് യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം നാളെ സൈനിക ഉന്നതതല യോഗം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നാളെ നടക്കുകയാണ്. ആ യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയാകും. അത് ഒരു ലൈറ്റ് ചർച്ച മാത്രമേ ഉണ്ടാകാൻ ഇടയുള്ളൂ. കാരണം നാളത്തെ യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് രാഷ്ട്രീയമായി എടുക്കേണ്ട ഒരു നിലപാടും കൂടിയാണ്. അതൊരു പക്ഷേ സർക്കാർ തലത്തിൽ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട നിലപാടാണ്. അത് മറ്റൊരു ചർച്ചയിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ എങ്കിൽ കൂടിയും സൈനികമായി സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻഡും നിലപാടും ആ നാളത്തെ യോഗത്തിൽ എടുക്കേണ്ട ഒരു നിലപാട് ഇന്നത്തെ ഇപ്പോൾ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ ചർച്ചയാകും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്തായാലും 4 ദിവസം നീണ്ട ഒരു സംഘർഷത്തിന്റെ ഒരു പൂർണ്ണമായ വിലയിരുത്തൽ കൂടി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ന് രാവിലെ ഒരു വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലും തുടർച്ചയായി രാവിലെ പ്രഭാത വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു. പോയ ദിവസത്തെ പാകിസ്ഥാൻ പ്രകോപനങ്ങൾ, ഇന്ത്യയുടെ തിരിച്ചടി, ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പതിവ് വാർത്താ സമ്മേളനം എല്ലാ ദിവസവും രാവിലെ ഉണ്ടായിരുന്നു. ഇന്നലെ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അതിലൊരു വിശദീകരണം ഇന്ന് രാജ്യത്തിന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിശദീകരണവും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും അതെങ്ങനെ ലംഘിക്കപ്പെട്ടു, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഇന്നലെയും പ്രകോപനങ്ങൾ ഉണ്ടായത്, അക്കാര്യത്തിലേക്ക് ഒരു വിശദീകരണം ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഇന്നലെ ഉണ്ടായ പ്രകോപനങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഇന്ത്യൻ സൈഡിൽ ഉണ്ടായോ, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കാര്യമായ കാഷ്വാലിറ്റീസ് ഉണ്ടായെങ്കിൽ തന്നെ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതോ, വല്ല പരിക്കുകളും ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ വിശദീകരണം വരേണ്ടതുണ്ട്. അങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിന് വേണ്ടി ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്ന് കരുതുന്നു. ദിവ്യ.